പപ്പടം വേണം. ചേട്ടാ ചേട്ടാ പപ്പടം വേണോ? ആരാ? ചേട്ടാ പപ്പടം വേണോ? പപ്പടോ? ഗുരുവായൂർ പപ്പടം. ഗുരുവായൂർ പപ്പടം എവിടുന്നാ? പാവുമ്പ. പാവുമ്പേ? പപ്പടം വേണോ? വേണോ? എന്താ പേര്? അഭിജിത്ത് സുകുമാരൻ. ആ, പൃഥ്വിരാജ് സുകുമാരന്റെ ആരുമല്ല. ആ, പറയുന്നൊന്നും തോന്നരുത്. ഇയാളെ കാണാൻ പൃഥ്വിരാജ് ലുക്കുണ്ട്. അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരൊക്കെ പറയാറുണ്ട്. ആ, തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അയ്യോണ്ട് ചേട്ടാ, ചെറുപ്പം തൊട്ടേ നമ്മുടെ ഒക്കെ ആഗ്രഹമല്ലേ. ആ, ചേട്ടൻ എങ്ങനെ ഈ സിനിമയായിട്ട് എങ്ങനെ ബന്ധം? ഞാൻ ഫെഫ്കയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഇപ്പൊ പിന്നെ അമ്മയുടെ വിഷയമൊക്കെ ആയതുകൊണ്ട്. എനിക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നില്ലേ, നമുക്കറിയാല്ലേ. അതല്ല അമ്മ കുളിമുറി തെന്നി വീണായിരുന്നു. അപ്പൊ ഞാനാ പരിപാലൊക്കെ അതിന്റെ. തനിക്ക് ഞാനൊരു വേഷം തരട്ടെ? സത്യമാണോ? ആ, വെയിറ്റ് ചെയ്യേ. എമ്പുരാനിലെ ഒരു വേഷം, അത് മതി. തനിക്ക് വേഷം വേണമെന്നില്ല. ഈ വേഷം കൊള്ളാം. ഇതിട്ട് നിൽക്കി. ഇതോ? ആ, കൊളാട് ഇതിട്ട് നിൽക്കും. നല്ല വേഷോ? ആ, അച്ഛനും കൊള്ളാം മഞ്ചട്ടി. ഈ വേഷത്തിന് വെച്ചില്ലേ? ഇതാ വേഷം. ഇന്നോട് ആളെക്കളിയാക്കണോ? ഒരു നിക്കറെടുത്തോണ്ട് വേഷോ? പോണാ പൊട്ടാടുന്ന്. നല്ല വേഷമാണ്. എവിടെന്ന് വെച്ചാൽ കൊണ്ട് കുറയും, അച്ഛനെ കൊണ്ട് കുറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം കടവരെ പോയി കാസറ്റ്. അതെന്തോ അമ്മൂട്ടിന്റെ വേഷം കാസറ്റ് ഇടണം. ഞാൻ പൊക്കോണം, നിന്റെ തല അടിക്കാൻ പഠിക്കും. വിവരമില്ലാത്തവരാണോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. സിനിമയിലൊക്കെ അങ്ങനെയാണ്. പോണാ കൊണ്ടാടുന്ന്. നീ കോഴിക്കോട് അങ്ങനെ പോകും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. വേഷം നീ റിജക്ട് ചെയ്തു. എനിക്ക് വേണ്ട എന്റെ വേഷമൊന്നും. അങ്ങനെ നീ പോകണം. വേഷം എടുത്ത് പോയാൽ മതി. എനിക്ക് വേണ്ട. പൾസർ പോയി. പൾസറോ കൊണ്ട് സ്പ്ലെൻഡറോ എന്റെ കയ്യിൽ എന്നെ വിടണം. അടിയെ പിടിച്ച് നീ മൊഴി പറ്റി പറയല. അണ്ണാ പപ്പടം വേണോ? 20 രൂപ. ഓണമായിട്ട് 30 രൂപയ്ക്ക് തരാം. നീ എന്നെ തല്ലിയില്ലൂടാ. പപ്പടം കയറി യൂണിയൻ ഉണ്ടോ ഞങ്ങൾക്കല്ലേ? ഞാൻ സിദ്ധിക്കൽ വിളിക്കണം. ഇപ്പൊ എന്നെ വിടണം. അമ്മയുടെ ചന്ദ്രമോടി വീട്ടിൽ വിളിച്ച് പറയണേ. ഏതമ്മേടെ? നിന്റെ കുഞ്ഞമ്മയുടെ പ്രമേഹത്തിന്റെ കളർപ്പിന്റെ എടുക്കില്ല. ചേട്ടാ ഓടി പോയിട്ടോ. ചേട്ടാ എന്തു ഏട്ടാ കാണിക്കുന്നത്? ഞാൻ പപ്പടം വിൽക്കാനായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലരുത് പറയട്ടെ. ഞാനൊരു വേഷം നിനക്ക് റിജക്ട് ചെയ്തില്ല. നിനക്ക് അമ്മ സംഘം ഒരു ചാൻസ് ഇല്ല. ഒന്നും വിചാരിക്കല്ലേ. പോയി മരുന്ന് കഴി. പോ അതോ പള്ളിവാസിൽ കൊണ്ടുപോയി കറണ്ട് അടിപ്പിക്കണോ ഇനി? ഒന്നും വിചാരിക്കല്ലേ. മരുന്ന് മുടങ്ങി കേട്ടോ. ചുമ്മാ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട്. ദേവോദരം വല്ലതും ചെയ്തോ? ഇല്ലല്ലേ. പോയി മരുന്ന് നിർത്തിച്ച് കഴിക്കും കേട്ടോ. ചെയ്യാനാ തുടലെത്ര മേടിച്ചെന്നറിയോ? പഞ്ചായത്തിലെ പട്ടിക്ക് പോലും ഇത്രയും തുടലില്ല. ചാൻസ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. പോയി മരുന്ന് തിരിച്ചു കഴിക്കും. ഒന്നും വേണ്ട, ഒന്നും കൊടുക്കണ്ട. ടെലിഗ്രാമിൽ പടം കണ്ട് ഭ്രാന്തായി പോയതാ. മനസ്സിലായോ? ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പടം കാണും. പിന്നെന്തുവാ, കാണിക്കാത്ത ഡോക്ടർമാരില്ല. ദേവോദരം വല്ലതും ചെയ്താലില്ല. ഞാൻ ചേട്ടൻ വന്നോട് കാര്യം ഭയങ്കര ശല്യം വന്നു. ഇപ്പൊ ചാരികസര ഇരുന്ന് അപ്പൂപ്പനെ എടുത്ത് കഴിഞ്ഞ ആഴ്ച കിണറ്റിലിട്ട്. മരുന്ന് കഴിക്കുമ്പോൾ നേരത്തെ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ മരുന്ന് നിന്ന്. മനസ്സിലായോ? ഇങ്ങനെ വയ്യാത്ത ഇടയ്ക്ക് ഇങ്ങനെ ആരെ കണ്ടാലും ഇങ്ങനെ. പിന്നെ വഴി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരോട് ഇടവേള ബാബുവിന്റെ നമ്പർ വേണോ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ വാസില്. എന്തോ ചെയ്യാനാ? സ്വന്തം ചേട്ടൻ നമുക്ക് കൊണ്ട് കളയാൻ പറ്റുമോ? ഇതെന്തായിരുന്നു ചേട്ടാ? ഇത് ഞാൻ സത്യത്തിൽ പപ്പടമായിട്ട് ഇറങ്ങിയതാ. ഗുരുവായൂർ പപ്പടം. ഓണമായിട്ടുള്ള ഓണസദ്യയുടെ ഓണസദ്യയായിട്ട്. ചേട്ടാ എവിടെ എന്തെടുക്കുമായിരുന്നു? ഞാനപ്പോ ചുമ്മാ ഒരു മൊബൈൽ ഇങ്ങനെ റീല് കണ്ടോളൂ. ചുമ്മാ രസം. എന്നാ വിചാരിച്ച ഇച്ചിരി രസം ഒഴിച്ച് ചോറ് തിന്നാൻ അടുക്കള ചെന്ന് നോക്കിയപ്പോ അരിയില്ല. അങ്ങനെ അരി മേടിക്കാൻ വേണ്ടി ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇറങ്ങിയപ്പോ ഷർട്ടിന് നല്ല ഇറക്കം. ആ ഇറക്കത്ത് എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല. ഞാൻ നേരെ അങ്ങ് പോയി. നേരെ പോയപ്പോ ചെന്ന് നോക്കിയപ്പോ നേരെ കാണുന്ന ഒരു പോസ്റ്റാ. അതിന്റെ തൊട്ട് താഴെ ഒരു കമന്റ് വിട്ട് ഞാൻ ഇരുന്നപ്പോഴാണ് ഇവിടെ പിടിയും വലിയും നടക്കുന്നത്. ആരാന്നാ പറഞ്ഞത്? എന്റെ ചേട്ടനാ. ചേട്ടൻ മരുന്ന് കഴിക്കണം കേട്ടോ. പോടാ ഭ്രാന്ത. സുരേഷ് ഗോപിയുടെ മോന്റെ കല്യാണത്തിന് പൈസ എഴുതി പോണെന്ന് ചോദിക്കണം. പോടാ ഭ്രാന്തായിരുന്നു. അവര് വാട്ടർ ടാങ്കിനകത്ത് ഗുളിക കലക്കി കുടിക്കുന്ന ടീം. വലിയ ചേട്ടനുണ്ട് കാര്യം.